ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കാശിക്കൂട്ടം പറഞ്ഞ പോലെ നമ്മൾ അമ്പലത്തിലേക്കാണ് കേട്ടോ യാത്ര. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ. ദേവഗർദ ശിവക്ഷേത്രം കേട്ടോ. ദേവഗർദയാണെന്ന് തോന്നുന്നു, എനിക്കത് പറയുമ്പോൾ ഇടയ്ക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കേട്ടോ. ശരിയായ പേരെന്താന്ന് അതാ. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ ഒരു ചെറിയ മഴയുണ്ട് കേട്ടോ. ഈ ഒരു ദിവസം ഫുൾ മഴയാണ് ഗൈസ് ഇവിടെ. ഈ ഒരു ദിവസം എന്നല്ല, ഫുൾ മഴയാണ്. അപ്പോൾ നമ്മുടെ കൂടെ എൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കുട്ടിയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, അമ്മായിയുണ്ട്. ഞാൻ എൻ്റെ അമ്മ പോകുന്നു. അങ്ങനെ ഇതാ അവിടെ കാണുന്ന കേട്ടോ അമ്പലം. ഈ വഴി ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് സ്ലിപ്പായാൽ താഴേന്ന് കിട്ടുള്ളൂ കേട്ടോ. അത്ര തെന്നിക്കിടക്കുക മഴയായതുകൊണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ ഇതാ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. നമ്മൾ എങ്ങനെയാണ് താഴെ എത്തിയെന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ സ്വന്തം സച്ചുട്ടോ. ഞാനിവനെ ചെറുപ്പം തൊട്ടേ ഞാനിവന് ഭയങ്കര അറ്റാച്ച്ഡ് ആട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ഇവനെ കുറേ നോക്കിയിട്ടുള്ളതുകൊണ്ടായിരിക്കാം കുറേ അറ്റാച്ച്ഡാണ്. അങ്ങനെ നമ്മൾ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അതാ അവിടെ ഇരിക്കുന്ന ഒരു പായസം ഞാൻ മേടിച്ചു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുവഴി കേട്ടോ. തെന്നിക്കിടക്കുകയാണ് ഗൈസ്. ഫുൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കുമില്ല. എല്ലാവർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിയാന്ന് തോന്നുന്നു. തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സന്ധ്യാസമയത്താണ് പോയത്. അപ്പോൾ ഇതാ കാശിക്കുട്ടനും സച്ചൂട്ടും ഇവർ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാശി അവൻ്റെ ചെറുതായതുകൊണ്ടായിരിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി കേട്ടോ. ചേച്ചീൻ്റെ പേര് ശ്രുതി, അതാട്ടോ അമ്മായി. അങ്ങനെ കാശിക്കുട്ടൻ അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി. അമ്പലത്തിൽ കയറി, പക്ഷെ അവൻ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ടോ. അവന് പിടിച്ചെടുക്കാൻ കുറച്ച് പാടുപെട്ടു. ഇതാണ് കേട്ടോ പുറം വശം അമ്പലത്തിൻ്റെ. കുറച്ച് പണ്ട് അമ്പലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, കുറേ മോഡിഫൈ ചെയ്യും. ഇത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ, ഇത് മഹാദേവൻ്റെ പ്രതിഷ്ഠ. ഇവിടെയാണ് കേട്ടോ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ. നമ്മൾ ചെന്നപ്പം തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ദീപാരാധനയ്ക്ക് വേണ്ടി നട അടച്ചു. അപ്പം നമ്മൾ ഓർത്തു ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി. കാശി ഭയങ്കര കണ്ടോ, കാശി ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാ. ഇത് നമ്മൾ ചാമുണ്ടി അമ്മയുടെ കേട്ടോ. അവിടെ നമ്മൾ പോയിട്ട് തൊഴുതു. കാശിക്കുട്ടൻ്റെ കോപ്രായങ്ങൾ കണ്ടോ, വീഡിയോ എടുക്കുകയെന്നറിയുമ്പോൾ. പക്ഷെ ആ വീഡിയോയ്ക്ക് പോസ് ചെയ്തൊക്കെ തരും കേട്ടോ. ഒരു നൈറ്റ് വൈബാട്ടോ ഇത്. ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചത് ഒരു നൈറ്റ് വൈബാണ്. നല്ല രസമുണ്ട്. നൈറ്റായില്ല, ഒരു സന്ധ്യസമയം. അങ്ങനെ ഞങ്ങൾ പണ്ട് ഇവിടെ കൂടെ നടന്നായിരുന്നു കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ മെയിൻ കട എപ്പോഴും ഉണ്ടാവും. പഴയ മറ്റേ കുഞ്ഞു മിഠായികളില്ലേ നമ്മൾ പണ്ട് വാങ്ങുന്ന അതേ മിഠായികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു കേട്ടോ അവിടെ ചെന്നപ്പോൾ. അപ്പം നടന്നു കാപ്പിസൈറ്റിലേക്ക് നടന്നു കേട്ടോ. നമ്മുടെ ഹോം ടൗണാണ് കാപ്പിസൈറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ട് അവിടം വരെ നടന്നു കേട്ടോ. അങ്ങനെ അമ്മ സാധനമൊക്കെ വാങ്ങുകയാണ് വീട്ടിലേക്ക്. കുറച്ച് സാധനമൊക്കെ വാങ്ങി അവിടുന്ന് ഓട്ടോയൊക്കെ വിളിച്ച്, നമ്മുടെ സനോജ് ചേട്ടായിൻ്റെ ഓട്ടോയെ വിളിച്ചിട്ട്, നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോയെ നമ്മുടെ സനോജ് ചേട്ടായി, നമ്മുടെ സ്വന്തം ചേട്ടായി കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് പൈസയൊക്കെ കൊടുത്തതാ നമ്മൾ വീട്ടിലെത്തി. ഇരുട്ടായി ഗൈസ്. നമ്മൾ പായസം മേടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആ പായസം മേടിച്ചു. കാച്ചുവിന് അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.